ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ആദായനികുതി അപ്പലേറ്റ് ട്രിബ്യൂണലിൽ വരുന്ന ജോലി ഒഴിവ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ്. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് ഈ ഒരു ആദായനികുതി അപ്പലേറ്റ് എന്ന ട്രിബ്യൂണലിൽ വരുന്ന ജോലി ഒഴിവ്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും നീട്ടി വലിച്ചൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ജോലി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇൻകം ടാക്സ് വകുപ്പിലാണ് ഈ ഒരു ജോലി വരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഇൻകം ടാക്സ് വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരമാണ്. ആദായനികുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇപ്പോൾ സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി അതേപോലെ പ്രൈവറ്റ് സെക്രട്ടറി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട്. മിനിമം ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ഇൻകം ടാക്സ് വകുപ്പിൽ സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി അതേപോലെ പ്രൈവറ്റ് സെക്രട്ടറി തസ്തികയിൽ മൊത്തം 35 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ വഴി അപേക്ഷിക്കാനാവുന്നതാണ്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ജോലിയുടെ ചുരുക്കരൂപം നമുക്കൊന്ന് നോക്കാം. സ്ഥാപനത്തിൻ്റെ പേര് ആദായനികുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ അഥവാ ഇൻകം ടാക്സ് ഓഫീസിലാണ് വരുന്നത്. ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതേപോലെ തസ്തികയുടെ പേര് സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി അതേപോലെ പ്രൈവറ്റ് സെക്രട്ടറി. ഓക്കെ, ഒഴിവുകളുടെ എണ്ണം 35 അതേപോലെ ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ. ജോലിയുടെ ശമ്പളം വരുന്നത് 44,000 തൊട്ട് 47,600 രൂപ വരെയാണ്. അപേക്ഷിക്കേണ്ട തീയതി തപാൽ വഴിയാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 2024 നവംബർ 2 തീയതിയാണ്. അതേപോലെ അപേക്ഷിക്കേണ്ട അവസാന തീയതി 2024 ഡിസംബർ 16 വരെയാണ്. ഓക്കെ, ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കാം. അതൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിജ്ഞാന ആ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ സെർച്ച് ചെയ്താൽ അതൊന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ടോട്ടൽ 35 ഒഴിവുകളാണുള്ളത്. അതേപോലെ സീനിയർ പ്രൈവറ്റ് സെക്രട്ടറിക്ക് 15 ഒഴിവാണുള്ളത്. അതിൽ SC-കാർക്ക് 2ഉം OBC-കാർക്ക് 1ഉം EWS 3 ജനറൽ 9 എങ്ങനെയാണ് വേക്കൻസികളുള്ളത്. അതേപോലെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് 20 പോസ്റ്റുകളാണുള്ളത്. അതേപോലെ SC-കാർക്ക് 2, ST-കാർക്ക് 1, OBC-കാർക്ക് 9. അതേപോലെ ജനറൽ വിഭാഗത്തിന് 8. അതേപോലെ ഹൊറിസോണ്ടൽ വേക്കൻസി ആയിട്ട് PWD 1 വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഇൻകം ടാക്സ് വകുപ്പിൽ ജോലി പ്രായപരിധി നമുക്ക് നോക്കാം. പ്രായപരിധി വരുന്നത് 35 വയസ്സ് കവിയാൻ പാടില്ല എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. അതേപോലെ ഏജ് ലിമിറ്റും പറയുന്നുണ്ട്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷവും അതേപോലെ PWBD ജനറൽ EWS വിഭാഗക്കാർക്ക് 10 വർഷവും SC/ST വിഭാഗക്കാർക്ക് 15 വർഷവും OBC വിഭാഗക്കാർക്ക് 13 വർഷവും ഇതിൻ്റെ വയസ്സിന് ഇളവ് നൽകുന്നുണ്ട്. ഓക്കെ, അടുത്തതായി പറയുന്നത് ഈ ഒരു വേക്കൻസിയിലേക്ക് വേണ്ട ജോലിയുടെ യോഗ്യത എന്താണെന്ന് എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ വേക്കൻസി, ഈ ഒരു ജോലിയുടെ യോഗ്യത പറയുന്നത് എനി ഡിഗ്രി ഓഫ് ഇക്വവലൻ്റ് ആണ്. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതേപോലെ സ്പീഡ് ഓഫ് 120 വേർഡ്സ് പെർ മിനിറ്റ്. ഓക്കെ, 120 വേർഡ്സ് ഒരു മിനിറ്റിൽ 120 വേർഡ്സ് ടൈപ്പ് ചെയ്യാൻ അറിയുന്ന ആളായിരിക്കണം. അതേപോലെ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡും അറിയാവുന്ന വ്യക്തിക്കാണ് ഇതിലേക്ക് യോഗ്യത ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഡിസംബർ 16 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുകയും ചെയ്യുകയുള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇതിൻ്റെ വിജ്ഞാന രൂപം ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കുന്നുണ്ട്. അത് സെർച്ച് ചെയ്താൽ എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിൻ്റെ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട ആ ഒരു വിലാസം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നത് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.